മുഅ്മിന് മുനാഫിക്ക് എന്നത് അറബി ഭാഷയിലെ രണ്ട് പ്രയോഗങ്ങളാണ്. വിശ്വസിച്ചവൻ, കാപട്യം കാണിച്ചവൻ എന്നതാണ് ഭാഷാപരമായി അതിന് നൽകാവുന്ന രണ്ട് അർത്ഥങ്ങൾ. എന്നാൽ കേവലം ഏത് വിശ്വാസങ്ങളെ ഉൾക്കൊണ്ടവനും ഏത് കാപട്യങ്ങളെയും ആ അർത്ഥത്തിൽ ആ പദങ്ങൾ വെച്ച് മുസ്ലിമീങ്ങൾ ഉപയോഗിക്കാറില്ല. മറിച്ച് ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ പ്രയോഗിച്ചു വരുന്ന രണ്ടു പദാവലികളാണ് മുനാഫിക്കും മുഅ്മിനും. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏകദൈവ വിശ്വാസം പരിപൂർണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടവനാണ് മുഅ്മിൻ എന്ന് അറബി ഭാഷയിൽ സാങ്കേതികമായി മുസ്ലിമീങ്ങൾ ഉപയോഗിച്ചു പോരുന്നത്. എന്നാൽ പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ് മുഅ്മിനാണ് എന്ന് അവകാശപ്പെടുകയും ഇസ്ലാമിന്റെ പ്രത്യക്ഷത്തിലുള്ള വാചകങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് പരോക്ഷമായി മാനസികമായി അത്തരം വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുകയോ അതിനനുസൃതമായി മുന്നോട്ട് പോവുകയോ ചെയ്യാതെ അതിനെതിരായി പരോക്ഷമായും മനസ്സുകൊണ്ടും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് സാങ്കേതികമായി മുനാഫിക്ക് എന്ന് പ്രയോഗിച്ചു വരുന്നത്. മുസ്ലിമീങ്ങൾ ആ രണ്ടു പദങ്ങളെയും അങ്ങനെയാണ് സ്വാഭാവികമായി പ്രയോഗിച്ചു വരാറുള്ളത്. എന്നാൽ അത്തരം പ്രയോഗങ്ങളെ മതത്തിന്റെ മറ്റു ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും ഒക്കെ രാഷ്ട്രീയപരമായ വേദികളിലേക്ക് വിഴുപ്പലക്കാനും അതുവഴി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുനാഫിക്ക് എന്നത് കേവലം തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചവരോ അല്ലെങ്കിൽ പാർട്ടി മാറി മാറി പ്രവർത്തിക്കുന്നവരോ ഒക്കെയാണെന്നാണ് ഈ അടുത്ത ദിവസം ഒരു സഹോദരി ഒരു രാഷ്ട്രീയ വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ഇസ്ലാമിനെ തന്നെ തെറ്റിദ്ധരിക്കാൻ കാരണമാകും വിധമുള്ള തലത്തിലേക്ക് ആ ചർച്ചകൾ വഴിമാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ആ സഹോദരി പറഞ്ഞ അർത്ഥം ഭാഷാപരമായോ ഇസ്ലാമിന്റെ സാങ്കേതിക അർത്ഥത്തിലോ നിന്നുകൊണ്ടുള്ള ഒരാശയമേ അല്ല. അവർ പറയുന്നത് പാർട്ടി പതാകകൾ മാറി മാറി പിടിക്കുന്നത് മുനാഫിക്കിന്റെ അടയാളമാണെന്നാണ്. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുക എന്നത് കേവലം നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ സംഭവമാണ്. കോൺഗ്രസിൽ നിന്ന് CPM-ൽ എത്തുന്നവരുണ്ട്, CPM-ൽ നിന്ന് ലീഗിൽ പോകുന്നവരുണ്ട്. ഇവരെയൊക്കെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് മുനാഫിക്ക് എന്ന് ഭാഷാപരമായി പ്രയോഗിക്കാനേ സാധ്യമല്ല. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഒരർത്ഥത്തിലും അത് ചേരുന്നതുമല്ല. ഒരാൾ ഇന്നലെ വരെ സ്വീകരിച്ചു പോരുന്ന നയനിലപാടുകൾ തെറ്റാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത്, ഇന്നലെ വരെ കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരാൾക്ക് ആ നയനിലപാടുകളെക്കാൾ ശരിയായത് ലീഗിന്റെ നിലപാടുകളാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലീഗിന്റെ കൊടി പിടിച്ചാൽ അതിനെ എങ്ങനെയാണ് കാപട്യം എന്ന് മലയാളത്തിലോ നിഫാഖ് എന്ന് അറബിയിലോ ഭാഷാപരമായി പോലും നമുക്ക് പറയാൻ സാധിക്കുക? യാതൊരു വിവരവും ഇസ്ലാമിനെ കുറിച്ചോ മുസ്ലിമീങ്ങളെ കുറിച്ചോ അറിയാതെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും പ്രമാണങ്ങളെയും പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയും ദുരുപയോഗം ചെയ്യുകയുമാണ് ഇത്തരം വേദികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ വിശദമായി വിശകലനം ചെയ്ത പരിചയപ്പെടുത്തിയ ഒരു വിഭാഗമാണ് മുനാഫിക്കീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പ്രത്യക്ഷത്തിൽ ഇസ്ലാമിന്റെ ആളുകളാണെന്ന് അവകാശപ്പെട്ട് ഉള്ളിൽ കയറി മുസ്ലിമീങ്ങൾക്കിടയിൽ ഛിദ്രതയും ശൈഥില്യങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കാൻ പ്രവാചകൻ ഇന്നയും അള്ളാഹുവിന്റെ മതവിശ്വാസങ്ങളോടുള്ള നിഷേധാത്മകമായ നിലപാടും മുസ്ലിമീങ്ങൾക്കിടയിൽ പരോക്ഷമായി പ്രകടിപ്പിക്കുകയും അത്തരം കാര്യങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തവരായിരുന്നു മുനാഫിക്കീങ്ങൾ. ആ മുനാഫിക്കീങ്ങളിൽ നിന്ന് പ്രകടമാകുന്ന പല വൈകല്യങ്ങളും വിശുദ്ധ ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചരിത്രങ്ങളിൽ സമാനമായ സംഭവങ്ങളെയും നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ അത്തരം മുനാഫിക്കീങ്ങൾ ഇസ്ലാമിന്റെ അകത്ത് തന്നെ പ്രത്യക്ഷത്തിൽ കാണുന്നവരാണ്, പരോക്ഷമായി ഇസ്ലാമിക മൂല്യങ്ങളോട് കടപ്പാടില്ലാത്തവരുമാണ്. ആ രീതിയിലുള്ള പല വിശ്വാസ വൈകല്യങ്ങളും വെച്ചു പുലർത്തുന്ന പ്രചരിപ്പിക്കുന്ന ആളുകളാണ് മുസ്ലിം സമുദായത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള കക്ഷികൾ. ഇവിടെ അള്ളാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്, മുസ്ലിമീങ്ങൾക്കിടയിൽ അകത്ത് കയറി വിള്ളലുകളും വിഘടനങ്ങളും ശൈഥില്യങ്ങളും ഉണ്ടാക്കുന്ന മുനാഫിക്കീങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. അത്തരം ചില സാഹചര്യങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോഴാണ് അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങുന്നത്, വഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅ. നിങ്ങൾക്കിടയിൽ കപടവിശ്വാസികൾ കടന്നു വന്ന് നിങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിങ്ങൾ വശംവദരായി പോകരുത്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന യഥാർത്ഥ ആശയങ്ങളിൽ സുന്നത്തിയമായിട്ട് നിങ്ങൾ അടിയുറച്ചു നിൽക്കുകയും സുന്നി വിരുദ്ധ കാപട്യ വൈകല്യങ്ങൾ പ്രകടിപ്പിക്കുന്ന കക്ഷികളുടെ കൂടെ നിങ്ങൾ ചേരാതിരിക്കുകയും ചെയ്യണമെന്നാണ് ആ ആയത്തിലൂടെ നമ്മളെ അല്ലാഹു തആല തെര്യപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെ അതിന് നേർവിപരീതമായി ആ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. ഈ ആയത്ത് ഓതിയിട്ട് ആ പ്രഭാഷക പറയുന്നത് വിശ്വാസങ്ങൾ ഏതായാലും കുഴപ്പമില്ല, പാർട്ടി നമ്മുടേതാകണമെന്നാണ്. ആശയപരമായി പല വ്യത്യാസങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവും. അങ്ങനെ ആശയപരമായ വ്യത്യാസങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകുമ്പോൾ എല്ലാ ആശയങ്ങളോടും ചേർന്നു നിൽക്കാതെ വഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅ, മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസങ്ങളിൽ ഐക്യപ്പെട്ടു നിൽക്കണമെന്നും ഇസ്ലാമിനകത്ത് ശൈഥില്യങ്ങളും അനൈക്യങ്ങളും കൊണ്ടുവരുന്ന അത്തരം കപട വിശ്വാസങ്ങളോട് വൈകല്യങ്ങളോട് നിങ്ങൾ ചേരാതിരിക്കുകയും ചെയ്യണമെന്നാണ് ഖുർആൻ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ ആയത്ത് ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത്. പല ആദർശ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ ആദർശ വ്യത്യാസങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ സമുദായത്തിനോ ദോഷം വരുന്ന വിധത്തിൽ ആവാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇസ്ലാമിനകത്ത് വിവിധ വിശ്വാസ വൈകല്യങ്ങളും വൈരുദ്ധ്യങ്ങളും പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ ഇസ്ലാമിക സമൂഹത്തെ അത് ബാധിക്കാതെ മുസ്ലിം സമുദായത്തിന് സുരക്ഷിതത്വം വിശ്വാസപരമായും കർമ്മപരമായും ഉണ്ടാകാൻ ചെയ്യേണ്ടത് എന്താണ്? അത്തരം വിശ്വാസ വൈകല്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള കക്ഷികളുമായി കൂട്ടുചേരാതിരിക്കുകയും അകന്നു നിൽക്കുകയും ചെയ്തുകൊണ്ട് മുഖ്യധാര മുസ്ലിമീങ്ങൾ വിഭാവനം ചെയ്യുന്ന പാരമ്പര്യ ഇസ്ലാമിന്റെ ശരിയായ ഇസ്ലാമിക പ്രമാണങ്ങൾ വിഭാവനം ചെയ്യുന്ന ആശയത്തിൽ അടിയുറച്ചു നിൽക്കലാണ്. പക്ഷേ ഈ പ്രഭാഷക പറയുന്നത് ആശയം എന്തായാലും പ്രശ്നമില്ല, അതൊക്കെ ഒന്നിച്ചു ചേർത്ത് ഒറ്റക്കെട്ടായി പാർട്ടിയിൽ നിൽക്കണമെന്നാണ്. നമ്മുടെ
ഇടയിൽ കാരുണ്ടാവും, KP കാരുണ്ടാവും. APEK എന്ന് പറയുന്നത് വ്യത്യസ്തവും വൈരുദ്ധ്യവുമായ വിശ്വാസധാരകൾ വെച്ചു പുലർത്തുന്നവരല്ല. അതുകൊണ്ട് അവർക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്നതിന് പ്രയാസവുമില്ല. എന്നാൽ അതിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മുജാഹിദിനെ പോലെയുള്ള കക്ഷികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് രാഷ്ട്രീയം ശക്തിപ്പെടുത്തണമെന്ന് പരോക്ഷമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. മുജാഹിദ് ഉണ്ടാവും, സമസ്തയിൽ തന്നെ പല വിഭാഗത്തിലുള്ള ആളുകളെ സ്വീകരിക്കുന്നവരുണ്ടാവും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പല വിശ്വാസങ്ങളെ സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. എന്നാൽ പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും അത്തരം പാർട്ടികളോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരുണ്ടാവും. എന്നാൽ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഏത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെങ്കിലും വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങളെ പാർട്ടി ഏത് എന്നതല്ല ഇവിടെ പ്രശ്നം, നിങ്ങളുടെ വിശ്വാസ കർമ്മങ്ങൾ ശരിയായ ഇസ്ലാമിന്റേതാവുക എന്നതാണ്. പക്ഷേ ഈ പ്രഭാഷക പറയുന്നത് വിശ്വാസധാര എന്തായാലും പ്രശ്നമല്ല, പാർട്ടി നമ്മുടേതാകണമെന്നാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ബോധമുള്ളവരായിക്കൊണ്ട് വിശ്വാസമുള്ളവരായിക്കൊണ്ട് വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ബോധം ഉണ്ടാകുക, ഒരു പാർട്ടിയെ കുറിച്ച് പഠിച്ച് അതിന്റെ പിന്നിൽ നിൽക്കുക എന്നുള്ളതല്ല. വിശ്വാസബോധം ഉണ്ടാവുക, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസങ്ങൾ ഏത്, ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഏത്, അതിനെക്കുറിച്ച് ബോധവാന്മാരായി അതിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മുസ്ലിം സമുദായത്തിൽ ശൈഥില്യങ്ങൾ ഉണ്ടാക്കുന്ന, ഭിന്നതയുണ്ടാക്കുന്ന കപട വിശ്വാസങ്ങൾ ഫോളോ ചെയ്ത് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂടെ ചേരാൻ കഴിയില്ല. അങ്ങനെ ചേരരുത് എന്നതാണ് ഈ ആയത്തിലൂടെ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. അഭിമാനബോധമുള്ളവരായിക്കൊണ്ട് സ്വത്വബോധമുള്ളവരായിക്കൊണ്ട് വരും തലമുറയിലേക്ക് ഇതേ ഇസ്സത്തോടുകൂടി ഈ ഹരിത പതാക കൈമാറ്റം ചെയ്യാനുള്ള ആർജവമുള്ള വനിതകളായിട്ട്, വനിതാ രത്നങ്ങളായിട്ട് നമ്മൾ മാറുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു വിശുദ്ധമായ വചനത്തെ ഒരു രാഷ്ട്രീയ വേദിയിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്ന് അതിന് രാഷ്ട്രീയ ബോധം ഉണ്ടാവുക എന്ന അർത്ഥം കൊടുത്ത് അതിലേക്ക് വനിതാ ലീഗിനെ ശക്തിപ്പെടുത്തണം എന്ന് ആഹ്വാനം ചെയ്യും വിധം ഒരായത്തിനെ രാഷ്ട്രീയ വേദിയിൽ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്, അത് ഇസ്ലാമിന്റെ സാങ്കേതിക പദങ്ങളെ രാഷ്ട്രീയ വേദികളിലേക്ക് വലിച്ചഴക്കുന്നത് കുരങ്ങന്റെ കയ്യിലെ പൂമാല പോലെ ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും വിശ്വാസങ്ങളെയും വികൃതമാക്കുകയും വലിച്ചു ചീന്തുകയും ചെയ്യുന്നതല്ലാതെ മറ്റെന്താണ്? അതുവഴി ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് വിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന വലിയ ഗുരുതരമായ വിഷയങ്ങളല്ലേ. ഇവിടെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിവിധ മതക്കാരുണ്ട്. ആ മതക്കാരോട് രാഷ്ട്രീയപരമായി ചേർന്നു നിൽക്കാൻ പാടില്ല, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അവരുടെ കൂടെ നിൽക്കാൻ പാടില്ല. അങ്ങനെ അമുസ്ലിമീങ്ങളായ ആളുകളുടെ രാഷ്ട്രീയ നേതൃത്വം സ്വീകരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയധാരയുടെ മറ്റൊരു വേർഷനല്ലേ ഈ ആയത്ത് മുന്നോട്ട് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്? എത്ര ഗുരുതരമാണ്! രാഷ്ട്രീയത്തിന്റെ കേവല തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ഇസ്ലാമിനെ ശത്രുക്കൾക്ക് കുത്തിവലിക്കാൻ ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് ഓർക്കാൻ പാടില്ലാത്ത വലിയ പാപമല്ലേ മുസ്ലിം സമുദായം കാണേണ്ടത്?